അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരുമായി സാമ്പത്തിക നയതന്ത്ര ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രിയും താലിബാൻ നേതാവുമായ അമീർ ഖാൻ മുത്താഖിയുടെ ഇന്ത്യ സന്ദർശനത്തെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചത്. ഇതിന്റെ തുടക്കമെന്നോണം കാബൂളിലെ ടെക്നിക്കൽ മിഷൻ അപ്ഗ്രേഡ് ചെയ്യുകയാണെന്ന് ഇന്ത്യ ഇന്ന് അറിയിച്ചു. അതിനായി അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ ഇന്ത്യൻ എംബസി സ്ഥാപിക്കും. മാത്രവുമല്ല, അഫ്ഗാനിലെ വികസന പ്രവർത്തനങ്ങളിൽ ഇന്ത്യ പങ്കാളിയാകുമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. UN സുരക്ഷാ കൗൺസിൽ യാത്രാ ഇളവ് അനുവദിച്ചതിനെ തുടർന്നാണ് മുത്താഖി ഇന്ത്യയിലെത്തിയത്. 2021 അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലെത്തിയതിനു ശേഷം അവിടുത്തെ പ്രതിനിധി സംഘത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണ് നടന്നത്. നയതന്ത്ര സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് അഫ്ഗാൻ മന്ത്രിയുടെ സന്ദർശനം. വ്യാപാരം, ഉഭയകക്ഷി സഹകരണം, ആരോഗ്യ മേഖലയിലെ സൗകര്യങ്ങൾ, കയറ്റുമതി, കോൺസുലാർ സേവനങ്ങൾ, വിവിധ തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിവയെല്ലാമാണ് മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് സന്ദർശന ലക്ഷ്യം. 2021 താലിബാൻ അധികാരത്തിലെത്തിയപ്പോഴാണ് ഇന്ത്യ തങ്ങളുടെ ഉദ്യോഗസ്ഥരെ കാബൂളിലെ എംബസിയിൽ നിന്ന് പിൻവലിച്ചത്. എന്നാൽ 2022 ജൂണിൽ ഒരു ടെക്നിക്കൽ ടീമിനെ കാബൂളിൽ നിയോഗിച്ചുകൊണ്ട് അഫ്ഗാനുമായുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ തുടരുകയും ചെയ്തു. അതേസമയം താലിബാനെ ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലാത്തതിനാൽ അവരുടെ പതാകയ്ക്ക് ഔദ്യോഗിക പരിഗണന നൽകിയിട്ടില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഈ സന്ദർശനത്തിന് സുപ്രധാനമായ സ്ഥാനവുമുണ്ട്. ഇതിലൂടെ ഇന്ത്യ അഫ്ഗാൻ സൗഹൃദം അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ വികസനം, ഉഭയകക്ഷി വ്യാപാരം, ടെറിട്ടോറിയൽ അടിസ്ഥാനത്തിലുള്ള അവകാശവും സ്വാതന്ത്ര്യവും, ശേഷി വികസനം തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് സന്ദർശന വേളയിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ. കൂടാതെ കാബൂളിലെ ഇന്ത്യൻ എംബസിയുടെ അവിടുത്തെ ടെക്നിക്കൽ മിഷൻ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ശ്രമങ്ങളും ഇന്ത്യ നടത്തും. സാമ്പത്തികം, രാഷ്ട്രീയം, നയതന്ത്രം, സുരക്ഷ തുടങ്ങി പല മാനങ്ങളുള്ള വിഷയങ്ങളിലാണ് മുത്താഖി ഇന്ത്യയുമായി ചർച്ച നടത്തിയത്. കാബൂളിലെ ഇന്ത്യൻ എംബസിയിൽ ടെക്നിക്കൽ സാന്നിധ്യം ഇന്ത്യ അപ്ഗ്രേഡ് ചെയ്യുന്നതിനോടൊപ്പം വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി എയർ കോറിഡോർ ശക്തിപ്പെടുത്തുവാനും ധാരണയായി. ആരോഗ്യ രംഗത്ത് കൂടുതൽ ശ്രദ്ധ വേണ്ട രാജ്യമാണ് അഫ്ഗാൻ. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ ഇന്ത്യ വിപുലീകരിക്കുവാനും ഇന്ത്യക്ക് പദ്ധതിയുണ്ട്. ഇന്ത്യയുമായി ദീർഘകാലമായി ബന്ധമുള്ള രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. എന്നാൽ താലിബാൻ അഫ്ഗാൻ കീഴടക്കിയതോടെ ആ ബന്ധത്തിൽ വലിയ രീതിയിൽ വിള്ളൽ വന്നിരിക്കുകയാണ്. എന്നാൽ അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശന ശേഷം പഴയ പല പ്രോജക്ടുകളും നിലവിൽ പുതുക്കുകയും പുതിയ പല പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്ത്യ അഫ്ഗാനിൽ 6 പുതിയ പ്രോജക്ടുകൾ നടപ്പാക്കാൻ സന്നദ്ധമാണെന്ന് എസ് ജയശങ്കർ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഉടൻ പ്രഖ്യാപിക്കും. അഫ്ഗാനുമായുള്ള ബന്ധം ശക്തി പ്രാപിക്കുന്നതിന് മുന്നോടിയായിട്ട് രാജ്യത്തിന് ആതുര സേവന രംഗത്തേക്കാണ് ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിന്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാന് സമാനമായി 20 ആംബുലൻസുകളാണ് ഇന്ത്യ നൽകുന്നത്. ഇതിൽ 5 പ്രതീകാത്മകമായ ചുവട് എന്ന നിലയ്ക്ക് അഫ്ഗാൻ വിദേശകാര്യമന്ത്രിക്ക് വ്യക്തിഗതമായി കൈമാറും. ബാക്കിയുള്ളവ ഉടൻ തന്നെ അഫ്ഗാനിസ്ഥാനിൽ എത്തുകയും ചെയ്യും. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ കമ്പനികൾക്ക് അഫ്ഗാനിൽ വ്യവസായം തുടങ്ങുന്നതിനുള്ള അവസരവും വിദേശകാര്യമന്ത്രി വാഗ്ദാനം ചെയ്തു. അതിന്റെ ആദ്യപടി എന്നോണം ഖനനങ്ങൾ നടത്തി അവസരങ്ങൾ കണ്ടെത്താനായി ഇന്ത്യൻ കമ്പനികളെ അഫ്ഗാനിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ അതേപറ്റി വിശദമായി പഠിച്ചതിനു ശേഷം തീരുമാനമെടുക്കും. കൂടാതെ കാബൂളും ന്യൂഡൽഹിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അധിക ഫ്ലൈറ്റുകളും ഏർപ്പെടുത്തും. വ്യാപാരവും വാണിജ്യവും മെച്ചപ്പെടുത്തുവാനുള്ള താല്പര്യങ്ങളും ഇരു രാജ്യങ്ങളും പങ്കുവച്ചു. അമേരിക്ക ഇന്ത്യക്കെതിരെ മുഖം തിരിച്ചിരിക്കുന്ന സമയത്ത് മറ്റു രാജ്യങ്ങളുമായി സൗഹൃദം സൃഷ്ടിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്തുന്നതിനായുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വാണിജ്യപരമായും വ്യാവസായികപരമായും ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് ഉന്നതി മാത്രമാണ്. അതോടൊപ്പം പ്രതിരോധ രംഗത്തും കൂടുതൽ ശക്തി പ്രാപിക്കുവാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ്.